ഗൈസ് ഇതാണ് ഏറ്റവും പുതിയ ട്രയംഫിൻ്റെ സ്പീഡ് 400 ആൻഡ് ദ ന്യൂലി ലോഞ്ച് ട്രയംഫ് സ്പീഡ് T4. സോ ഈ രണ്ട് വാഹനങ്ങൾ തമ്മിൽ ഏകദേശം 23,000 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പ്രൈസിൽ ഈ രണ്ട് വാഹനങ്ങൾ തമ്മിൽ വരുന്ന വ്യത്യാസം എന്നാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ട്രയംഫ് T4 എന്ന് പറയുന്നത് ട്രയംഫിൻ്റെ ഈ ഒരു 400cc ലൈനപ്പിൽ തന്നെ മോസ്റ്റ് അഫോർഡബിൾ മോട്ടോർ സൈക്കിളായി മാറിയിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് ഏകദേശം 1,17,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് നമുക്ക് ഈ ഒരു ട്രയംഫ് സ്പീഡ് 400 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 23,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. സോ ട്രയംഫ് സ്പീഡ് 400ൻ്റെ പ്രൈസ് വരുന്നത് 2,40,000 രൂപയാണ്. അപ്പോൾ 23,000 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു T4 എന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ലാംപ്സ് നമുക്ക് സെയിം ആണ്, മീറ്റർ കൺസോൾ നമുക്ക് സെയിം ആണ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സെയിം ആണ്, അതുപോലെ തന്നെ ടെയിൽ ലൈറ്റും നമുക്ക് സെയിം ആണ്. സോ ഓൾ ലൈറ്റിംഗ് ആർ എക്സാക്ട്ലി സെയിം വിത്ത് ദ സ്പീഡ് 400. സോ പിന്നെ ഒരു ഏറ്റവും വലിയ മാറ്റം വരുന്നതെന്ന് പറയുന്നത് ഈ കാണുന്ന ഷോക്ക് ഒബ്സർവറിലാണ്. സോ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു T4 വരുന്നത് ഒരു 43 mm ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. എൻഡ്യൂറൻസിൻ്റെ യൂണിറ്റാണ് വന്നിരിക്കുന്നത്. 140 mm ഇതിന് ട്രാവലും വരുന്നുണ്ട്. അതേസമയം സ്പീഡ് 400ലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ കളർ USD ഫോർക്കാണ് വന്നിരിക്കുന്നത് 43 mm. അതും എൻഡ്യൂറൻസിൻ്റെ ഭാഗത്തു തന്നെയാണ്. ബട്ട് ഈ ഒരു വ്യത്യാസം നമുക്ക് രണ്ട് വാഹനങ്ങളിലും പ്രകടമാണ്. ഈ ഒരു ഗോൾഡൻ USD തീർച്ചയായിട്ടും ഈ ഒരു സ്പീഡ് 400നെ കുറച്ചും കൂടെ പ്രീമിയം ബൈക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കാനും റൈഡ് ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇനിയും വീൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വാഹനങ്ങളിലും 17 ഇഞ്ച് അലോയ് വീൽസാണ് വന്നിരിക്കുന്നതെങ്കിലും ഈ ഒരു T4ലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ചീപ്പറായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ലോ സ്പെക്ക് ആയിട്ടുള്ള MRFൻ്റെ നോൺ റേഡിയൽ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 110 സെക്ഷനാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ആ ഒരു വാഹനത്തിലും 110 സെക്ഷൻ ടയറാണ് ഫ്രണ്ടിൽ വരുന്നതെന്നുണ്ടെങ്കിലും ഇതിൽ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള വെഡസ്ട്രെയിൻ്റെ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. സോ കുറച്ചും കൂടെ ബെറ്റർ ഗ്രിപ്പിങ്ങും അതേപോലെ ഇതൊരു റേഡിയൽ യൂണിറ്റ് കൂടിയാണ്. സോ അപ്പോൾ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു നോൺ റേഡിയലും റേഡിയൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് റേഡിയൽ വിൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഗ്രിപ്പ്, ഫീഡ്ബാക്ക്, ഡ്യൂറബിലിറ്റി ഒക്കെ തന്നെ നമുക്ക് തരാൻ പോകുന്നത് ഈ ഒരു റേഡിയൽ ടയർ തന്നെയായിരിക്കും. സോ അതാണ് നമ്മളുടെ രണ്ടാമത്തെ ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. രണ്ടിലും വന്നിരിക്കുന്നത് സെയിം 398cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOC 4 വാൽവ് എഞ്ചിൻ ആണെങ്കിൽ കൂടിയും T4ലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പവറിലും ടോർക്കിലും ഡ്രോപ്പ് വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തെ ട്രയംഫ് കണക്കാക്കുന്നത് കുറച്ചും കൂടെ ഒരു ഈസി ഗോ ബൈക്കായിട്ടാണ് കമ്പയറിംഗ് ടു ദ സ്പീഡ് 400. കാരണം സ്പീഡ് 400 കുറച്ചും കൂടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഈസി ഗോ ആണ്. നമ്മുടെ ഈ ഒരു കാറ്റഗറിയിലെ 100, 350 അല്ലെന്നുണ്ടെങ്കിൽ ക്ലാസിക് 350 പോലെയുള്ള വാഹനങ്ങളുമായിട്ട് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ട്രയംഫ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ പവറിൽ വലിയൊരു ഡ്രോപ്പ് വരുത്തിയിട്ടുണ്ട്. ഇതിന് ഏകദേശം 39.5 BHP പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം വെറും 31 BHP ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 1 Nm കുറവും ടോർക്കിൽ വരുന്നുണ്ട്. അതേപോലെ ഇതിനേക്കാളും കുറച്ചും കൂടെ ഏർലി ആയിട്ട് പവർ ആൻഡ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് T4നെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഈസി പവർ ഡെലിവറി, കുറച്ചും കൂടെ ബെറ്റർ ലോ ആൻഡ് മിഡ് റേഞ്ച് പഞ്ച് തരാനായിട്ട് T4നെ സാധിക്കും കമ്പയറിംഗ് ടു ദ സ്പീഡ് 400. അതിന് എഞ്ചിനിൽ വന്നിരിക്കുന്ന ഈ ഒരു ടൂണിംഗ് വ്യത്യാസം മാത്രമല്ല, ഫൈനൽ ഡ്രൈവിൽ ഇവർ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. രണ്ട് വാഹനങ്ങളുടെയും ഫ്രണ്ട് സ്പ്രോക്കറ്റ്സ് 15 ടീത്ത് സെയിം ആണെങ്കിൽ തന്നെ റിയർ സ്പ്രോക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് 4 ടീത്തിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് T4ലേക്ക് വരുമ്പോഴത്തേക്ക് 39 ടീത്തുള്ള ഒരു റിയർ സ്പ്രോക്കറ്റാണ് വരുന്നതെങ്കിൽ ട്രയംഫ് സ്പീഡ് 400ലേക്ക് വരുമ്പോഴത്തേക്ക് അത് 43 ടീത്ത് റിയർ സ്പ്രോക്കറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ ആ ഒരു സ്പ്രോക്കറ്റിലുള്ള ചേഞ്ച് വാഹനത്തിൻ്റെ ഓവറോൾ റൈഡിങ് ഡൈനാമിക്കിനെ കുറച്ച് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. T4ലേക്ക് വരുമ്പോഴത്തേക്ക് 100 km/h സ്പീഡിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാം 5,500 RPM അല്ലെങ്കിൽ 5,250 RPM. അതേസമയം സ്പീഡ് 400ലാണ് നമ്മൾ വരുന്നതെങ്കിൽ 100 km നമുക്ക് ക്രൂസ് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 6,000 RPM ക്രോസ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു വ്യത്യാസം നമുക്ക് രണ്ട് വാഹനങ്ങൾ തമ്മിൽ ഓടിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ട്രയംഫ് ക്ലെയിം ചെയ്യുന്നത്. ഇതെന്തായാലും നമുക്ക് ഈ രണ്ട് വാഹനങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ റോഡിൽ ഇത് ഓടിച്ച് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് ബാക്ക് ടയറിലാണ്. ഈ ഒരു T4ൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 140 സെക്ഷൻ്റെ നോൺ റേഡിയൽ MRF ടയറാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. അതേസമയം സ്പീഡ് 400 നമുക്ക് 150 സെക്ഷൻ്റെ വെഡസ്ട്രിയൻ ടയറാണ് ബാക്കിൽ വരുന്നത്. സോ ആ ഒരു സെക്ഷൻ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ റേഡിയൽ ആൻഡ് നോൺ റേഡിയൽ എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്ക് സസ്പെൻഷൻ രണ്ട് വാഹനത്തിൻ്റെ സെയിം ആണ്. സെയിം മോണോ സ്റ്റോക്ക് യൂണിറ്റ് വിത്ത് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി ആൻഡ് ഗ്യാസ് ചാർജ്ഡ്. സെയിം ബാക്ക് ബ്രേക്സ് 230 mm ഡിസ്ക്. അതുപോലെ തന്നെ സിംഗിൾ പിസ്റ്റൺ ബൈബറി കാലിപ്പറും വരുന്നുണ്ട്. രണ്ട് വാഹനങ്ങളിൽ നമുക്ക് ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. രണ്ട് വാഹനങ്ങളിൽ നമുക്ക് അലുമിനിയം സ്വിംഗ് ആമും വരുന്നുണ്ട്. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ത്രോട്ടിലാണ്. നമുക്ക് സ്പീഡ് 400ലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു റൈഡ് ബൈ വയർ ത്രോട്ടിൽ സിസ്റ്റമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ T4ലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു നോർമൽ കൺവെൻഷണൽ ടൈപ്പ് കേബിൾ ടൈപ്പ് ത്രോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോളും വരുന്നില്ല. മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ബാറിലാണ്. ഇതിൽ നമുക്ക് നോർമൽ ടേപ്പേർഡ് സ്റ്റീൽ ടൈപ്പ് ഹാൻഡിൽ ബാറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്പീഡ് 400ലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അലുമിനിയം ഹാൻഡിൽ ബാറാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? സോ അതും ഈ രണ്ട് വാഹനങ്ങളും തമ്മിലുള്ള ഹാൻഡ്ലിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയേക്കാം. അതേപോലെ തന്നെ ഈ ഒരു T4 എന്ന് പറയുന്നത് സ്പീഡ് 400നെക്കാളും 1 ഡിഗ്രി ഷാർപ്പർ
റേക്ക് ആംഗിൾ വരുന്നൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഷാർപ്പറായിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് ഇതിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചേക്കാം. രണ്ട് വാഹനങ്ങൾ തമ്മിൽ പക്ഷേ 1 കിലോയുടെ മാത്രമേ വെയിറ്റ് ഡിഫറൻസ് വരുന്നുള്ളൂ. ഇത് 180 കിലോയാണ്, ഇത് 179 കിലോഗ്രാമാണ്. അതേപോലെ നമുക്ക് സ്പീഡ് 400ലേക്ക് വരുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് ആണ് വരുന്നത്. 4 ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ മിറേഴ്സ് എന്ന് പറയുന്നത് ബാർ ആൻഡ് മിറേഴ്സ് ആണ്, റൗണ്ട് ബാർ ആൻഡ് മിറേഴ്സ് വരുന്നുണ്ട്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നോർമൽ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവേഴ്സും നോർമൽ കൺവെൻഷണൽ രീതിയിലുള്ള മിറേഴ്സുമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി CT8ലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ രണ്ട് വാഹനങ്ങൾക്കും ഓൾമോസ്റ്റ് സെയിം ആണ്. സ്പീഡ് 400ന് 803 മില്ലിമീറ്ററും ഇതിന് 806 മില്ലിമീറ്ററും. എഞ്ചിനിലെ ട്യൂണിങ്ങിലുള്ള വ്യത്യാസം എക്സോസ്റ്റ് നോട്ടിലും പ്രതിഫലിക്കുന്നു എന്നാണ് ട്രയംഫ് അവകാശപ്പെടുന്നത്. കാരണം ഈ ഒരു വാഹനത്തിന് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ തമ്പിയായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ട് ഉണ്ടെന്നാണ് ട്രയംഫ് പറയുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടും സൈഡ് ബൈ സൈഡ് കേട്ട് നോക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുക ഈ ഒരു വ്യത്യാസം പ്രകടമാണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും ഇത് നേരിട്ട് കേട്ടിട്ട് എനിക്കൊരു എക്സോസ്റ്റ് ചേഞ്ചിലുള്ള വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. പ്രൈസ് ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞതാണ്, എന്നാലും അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നും കൂടെ പറയാം. സ്പീഡ് 400ൻ്റെ പുതിയ പ്രൈസ് എന്ന് പറയുന്നത് 2,40,000 രൂപയാണ്. T400 അല്ലെങ്കിൽ T4ൻ്റെ പുതിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ, പുതിയതല്ല, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തന്നെ 2,17,000 രൂപയാണ്. സോ രണ്ടും തമ്മിൽ ഏകദേശം 23,000 രൂപയുടെ വ്യത്യാസം നമുക്ക് വരുന്നുണ്ട്. ആ വ്യത്യാസത്തിന് ഇത്രയും കാര്യങ്ങളാണ് ചേഞ്ചും വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പറയുക, ഈ രണ്ട് വാഹനങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്? കുറച്ചും കൂടെ എക്സ്ട്രാ പേ ചെയ്ത് ട്രയംഫ് സ്പീഡ് 400 എടുക്കുന്നതാണോ, അതോ ലെസർ മണിക്ക് T4 എടുക്കുന്നതാണോ നല്ലത്? ഗൈസ്, അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്ന നമ്പർ 8 മിനിറ്റ്സ്.